നോക്കൂ, ഇന്ത്യക്ക് പരമ്പരയിൽ ഇനി പ്രതീക്ഷകളൊന്നും ബാക്കിയില്ല. പെർത്തിലും അഡ്ലേഡിലും ഇന്ത്യയെ ഡൊമിനേറ്റ് ചെയ്ത് കളഞ്ഞ ഓസീസിന് ഇതൊരു പരിശീലന മത്സരം മാത്രമാണ്. എന്നിട്ടും എന്താണ് സിഡ്നി ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത്? ഗാലറിയിൽ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗവും ഇന്ത്യൻ ആരാധകർ. ഹേസൽവുഡ് എറിഞ്ഞ 10ാം ഓവറിൽ 2ാം പന്ത് അലക്സ് കാരിക്ക് പിടികൊടുത്ത് ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ മടങ്ങുന്നു. കമന്റേറ്റർമാർ ഗാലറിയിലേക്ക് കാതുകൂർപ്പിച്ചു. ഹർഷാരവങ്ങൾ. സിഡ്നിയിലെ പവലിയന്റെ പടികൾ ഓരോന്നായി ഇറങ്ങി വിരാട് കോഹ്ലി മൈതാനത്തേക്ക് നടന്നെടുക്കുന്നു. ഓസ്ട്രേലിയൻ മണ്ണിൽ 2 ഇതിഹാസങ്ങളുടെ ലാസ്റ്റ് ഡാൻസ് കാണാനായാണ് ആ ഗാലറി തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. 40,587 മനുഷ്യരുണ്ടായിരുന്നു ഇന്നലെ സിഡ്നിയിൽ. ഹേസൽവുഡ് കോഹ്ലിയെ നേരിടാൻ ഒരുങ്ങി നിന്നു. നേരിട്ട ആദ്യ പന്തിനെ മിഡോണിലേക്ക് ഫ്ലിക്ക് ചെയ്തിട്ട് ആ റണ്ണോടി പൂർത്തിയാക്കുമ്പോൾ കോഹ്ലിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. സെഞ്ചുറി നേടിയ ആവേശത്തിൽ അയാൾ കൈ ഉയർത്തി കാണിച്ചു. ഇല്ല, ഈ കുറി പിടിതരില്ല തന്നെ. പിന്നെ സിഡ്നി കണ്ടത് വിൻറ്റേജ് രോഹിത് കോഹ്ലി ഷോ. അതെ, ഒന്നും തീർന്നിട്ടില്ല. ഇന്ത്യൻ ഇന്നിംഗ്സിലെ 14ാം ഓവർ. ആദൻ സാംബയാണ് ബോളിംഗ് എൻഡിൽ. ഓസ്ട്രേലിയക്ക് പരമ്പര നേടിക്കൊടുത്ത അഡ്ലേഡിലെ ഹീറോ. ആ ഓവറിലെ 2ാം പന്തിനെ രോഹിത് ലോങ് ഓഫിലൂടെ നിലം തൊടാതെ അതിർത്തി കടത്തുന്നു. ഷോട്ട് ഓഫ് ദ നൈറ്റ്. കമന്ററി ബോക്സിൽ അപ്പോൾ ഉയർന്ന ശബ്ദം അതായിരുന്നു. ലേസി എലഗൻസ്. ക്രിക്കറ്റിന്റെ അലസ സൗന്ദര്യമാണ് നിങ്ങളിപ്പോൾ സിഡ്നിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എഫേർട്ട്ലെസ് ബാറ്റിങ്ങിന്റെ സുന്ദര നിമിഷങ്ങൾ. ടൈം ട്രാവലറിൽ ഏറി വർഷങ്ങൾ പുറകിലേക്ക് സഞ്ചരിച്ചതുപോലെ തോന്നിക്കാണണം ചിലർക്ക്. സാംബ എറിഞ്ഞ 27ാം ഓവറിൽ സ്ലോഗ് സീപ്പിലൂടെ മനോഹരമായൊരു സിക്സർ കൂടി പായിക്കുന്നുണ്ട് ഹിറ്റ്മാൻ. കളിയിൽ ആകെ പായിച്ചത് 3 സിക്സറുകൾ. അതിൽ 2ഉം സാംബയ്ക്കെതിരെ. ഒടുവിൽ അതേ സാംബ എറിഞ്ഞ 33ാം ഓവറിലെ അവസാന പന്തിനെ ലോങ് ഓഫിലേക്ക് അടിച്ചിട്ട് സെഞ്ചുറികൾ തൊടുന്നു. ആ സെഞ്ചുറി രോഹിത്തിനേക്കാൾ മതിമറന്ന് ആഘോഷിച്ചിട്ടുണ്ടാവുക കോഹ്ലിയാവും. ഈ ചിത്രം സിഡ്നിയുടെ ഓർമ്മത്താളുകളിൽ മായാതെ കിടക്കും. കരിയറിലെ 50ാം സെഞ്ചുറി, ഏകദിനത്തിൽ 33ാം സെഞ്ചുറി, ഓസീസിനെതിരെ 9ാം സെഞ്ചുറി. അതിൽ 6ഉം കുറിച്ചത് ഓസ്ട്രേലിയൻ മണ്ണിൽ വെച്ച്. അക്കാര്യത്തിൽ രോഹിത്തിന് മുകളിൽ വെക്കാൻ ഒരു വിദേശ താരവുമില്ല തന്നെ.